അജയക്കാ നമുക്കൊന്ന് വണ്ടൂര തോട്ടത്തിന് പോണെന്ന് പറഞ്ഞില്ലേ ഞങ്ങള്? നമ്മൾ കുറച്ചോട്ടേ പോകേണ്ടി വരും. അല്ല രതീഷേ, സുബൈദാന്റെ പെരീക്കേ അമ്മങ്ങാക്കാന്റെ പാരൊക്കെ പോയിന്റെ അവിടെ ജെറ്റ് പോയിന്നോ? എന്നെ വിളിച്ചേന്ന് പോലെ. അപ്പൊ പക്ഷെ ഞാൻ മാറിക്കായിരുന്നു. അതിന് സെമീറും പിന്നെ ഒരാളൊക്കെ പോയിക്കണത്. അപ്പൊ എന്നിട്ട് സുബൈദാണ് പോയിക്കാണത് ഭീഷണിപ്പെടുത്തി എന്തൊക്കെ പോലും പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട് സംഗതി. അതിന്റെ കുഞ്ഞിക്കോയ കണ്ടപ്പം പറയേ എന്നോട്. ശരി, അങ്ങനെയാണല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്കേ തോട്ടത്തിലേ കുറച്ച് നേരത്തെ പോയായിരുന്നു. ഞാൻ വിളിച്ച കേട്ടോ. ആയിക്കോട്ടെ. ഗോരിക്കാട്ടെ. അല്ല സുബൈദ, ഞാൻ അമ്മേന്റെ അടുത്ത് പോയി വന്നപ്പോഴേക്കും ഇവിടെ എന്തോ ഭീഷണിപ്പെടുത്തിന്നോ ആരോ വന്നൂന്നോ എന്തൊക്കെയാ പറഞ്ഞു കേട്ടൂലോ. എന്താ ഉണ്ടായി സംഭവം? അത് ചേച്ചി സീനത്തിന്റെ ഉമ്മയും ആങ്ങളെയും അമ്മോനൊക്കെ പാടം വന്നു കണ്ടേ. അതിനിപ്പോ തന്നെ ഓരെ പറഞ്ഞത് എന്റെ കുഞ്ഞിനെ പറഞ്ഞാൽ മതി. അതിനൊക്കെ ഓനാണ് ഓരൊക്കെ വലിച്ചു കൊടുത്തത്. എനിക്ക് വില ഇടാൻ വന്നിക്ക. ഓർക്ക് ഒഴിഞ്ഞു പോകാൻ വേണ്ടിട്ട് ഞാൻ എത്ര പൈസ വെച്ചെങ്കിൽ അത് കൊടുത്തുകാണ്ട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കാൻ. പിന്നെ ഞാൻ കീറടിച്ചിട്ട് ഞാനാണ് പോയി എത്തൊക്കെ തൊള്ളി കിട്ടിയൊക്കെ മുഴുവൻ വിളിച്ചറിയിപ്പാട്. അല്ലെങ്കിൽ ഒരു ഇടങ്ങേറ് പിടിച്ച കാര്യം തന്നെയല്ലേ. ഒന്നുമല്ല ഈ ആചാരൊക്കെ പറഞ്ഞത് കേൾക്കും. അല്ലെങ്കിൽ പിന്നെ സീനത്ത് പറഞ്ഞ മാതിരിയില് അവരെന്താ മുതല് സ്വത്ത് തരാന്നൊക്കെ പറഞ്ഞില്ലേ, അതിനനുസരിച്ചൊന്നും ആലോചിക്കാൻ നോക്കല്ലേ നല്ലത്. എനിക്ക് അങ്ങനെ സ്വത്തും മുതലൊക്കെ വേണം. എനിക്ക് എന്നോ അത് ആവേനും. ഞങ്ങള് കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിലും എനിക്കെന്തോ അതിനകത്ത് താല്പര്യമില്ല. ഇനി ആചാര്യക്ക് വേണമെങ്കിൽ ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവായിക്കോട്ടെ. ഞാൻ മരിച്ചോളം ഇങ്ങനെയാണ് പോട്ടെ. അതിന്റെ പേരെ എനിക്കൊന്നും പറയാ ചേച്ചി. സുബൈദ, എന്നോട് ഞാൻ പറഞ്ഞു എന്നല്ലോ, നമ്മൾ എത്രയായാലും ഒറ്റയ്ക്ക് പെണ്ണുങ്ങൾ താമസിക്കുമ്പോഴേ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടൻ അവിടെ ഇല്ലെങ്കിലേ അതൊരു വിഷമാണ്. ഞാൻ അത് വിചാരിച്ചിട്ട് എന്നോട് പറയുകയാണ്. എന്താ ചെയ്യുക, നമ്മൾ കുറേ അനുഭവിക്കേണ്ടി വരും ഈ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ. ആ ഒരു ഇതിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതൊക്കെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എടാ അംസേ, ആകെ കുലുമാലോട് ആ സ്ഥലം കൊണ്ട്. ഞാനാണെങ്കിലും അതിന് സംഖ്യ അഡ്വാൻസ് കൊടുത്തു. അപ്പൊ എന്നോട് പറയാലോ, അത് മനുഷ്യന്മാരോട് ചോദിക്കാൻ പറ്റുമോ? അതൊരു മര്യാദ അല്ലല്ലോ. അത് എങ്ങനെയും വിറ്റ് പോകണം. എന്നോട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്തിന് തിരിഞ്ഞാലും ആ റഹീമാജി ഉണ്ടല്ലോ, ഓല ടീമിനെ കൊണ്ട് തിരിയാനും പറയാനും മനുഷ്യന് വെച്ച. അപ്പൊ മുജീബാക്കനോട് പറഞ്ഞപ്പോ അയാളും കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഇപ്പൊ എന്താ കാട്ടെന്നാണ്. അത് എങ്ങനെയും വിറ്റ് ഒഴിവാക്കണല്ലോ. എല്ലാരും ആണെങ്കിലോ ഈ റഹീമാജിന്റെ ഒപ്പം. അതിപ്പോ എന്താ നിങ്ങള് നാട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. അതിന്റെ കാരണം എന്താ വെച്ചാല്, പഴയ കാലത്തെ ഈ റഹീമാജിന്റെ ഇപ്പാന്റെ ഇമ്മറാജില്ലേ, ആ പെരയുന്ന ആ തറവാട്ടിൽ നിന്ന് കഞ്ഞും വെള്ളം കുടിച്ചാത്ത ആൾക്കാരുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ അയാള് ഈ നാട്ടുകാർക്ക് ചെയ്തു കൊടുത്തേനു. അതിന്റെ ഒരു രീതിയിലാണ് ഇപ്പോഴും ഈ ആൾക്കാർ ഇതൊക്കെ പറയണത്. പോലെ പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പൊ എന്റെ പൊന്നാരാംശ അങ്ങനെ പറഞ്ഞാ പറ്റുമോ? നമ്മക്ക് ഈ ദുനിയാവിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ജീവിക്കണ്ടേ? നമ്മക്കും വേണ്ട കച്ചവടം നടത്തുക. അത് ശരി, ഒരു റഹീമാജിക്കും ഒരു നാട്ടുകാർക്ക് മാത്രം കഴിഞ്ഞാൽ മതി ഇവിടെ. അത് ശരി, അതെങ്ങനെ നടക്കണ കാര്യം? അതിനിപ്പോ എന്താ നിങ്ങള്, ഇനിയിപ്പോ അതിന് വേറെ വഴിയുണ്ട്. മറ്റേ നമ്മളെ KC ഉണ്ടല്ലോ, KC അറിയാം നിങ്ങൾക്ക്? അയാള് ഇതേമാതിരി പഴയ പൈസക്കാരനാണ്. അപ്പൊ ഈ റഹീമാജിന്റെ ഇപ്പൊ ഇമ്രാജും ഈ KC ഒക്കെ പണ്ട് ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല. അതുപോലെ തമ്മിൽ എന്തൊക്കെ ഫൈറ്റിങ്ങുകൾ അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ കാര്യം ചെന്നാണ്ട് അയാളോട് പറഞ്ഞാല് ഒരു പക്ഷേ അയാൾ ഇടപെട്ടുകാണ്ട് അയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചു നോക്കാം. അംസേ, ജി എടക്കുണ്ടല്ലോ, അതൊരു മുത്ത മാണിക്കക്കല്ല്. ഒരു മിനിറ്റ് വൈകരുത്. നമ്മൾ KC അടുത്ത് കിടക്ക് വേം വിട്. ഇത് ഇന്ന് പരിഹരിക്കണം. അല്ല ചേര, നമ്മളെ ഈ വൈക്കേ ഒരുപാട് കരിമ്പിന്റെ ചണ്ടി തട്ടിയിട്ടേക്കുന്നു. അവിടെ ജ്യൂസേരുണ്ട്. ഓലാണോ എന്നൊരു സംശയമുണ്ട്. ഓലോടൊന്ന് ചോദിച്ചു കണ്ട് കാര്യങ്ങള് ഒന്ന് മനസ്സിലായി കളി. അതെന്താ ചെയ്യാ? അല്ല നീഫ, ഇന്നാളാ പറഞ്ഞ കാര്യം എവിടെ എത്തിയിട്ടില്ലല്ലോ. ആ കുഞ്ഞിക്കോയാണെങ്കിൽ ഇടക്കിടക്ക് വന്ന് കായ് വാങ്ങുന്നുണ്ട്. അതിലൊരു കുറവില്ല. 3 പ്രാവശ്യത്തിന്റെ അടുത്ത് കായ് വാങ്ങിപ്പോയേ. അപ്പൊ നല്ല ചെറിയ കളിയാ. ആചരാക്ക, എനിക്കിതിലേ ഇടപെടുന്നതിലേ ഒരു പരിമിതി ഉണ്ട്. കാരണം കുഞ്ഞിക്കോയ നിങ്ങളെടുത്ത് വരും. ഞാൻ അന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഒരു അകന്ന ബന്ധുവാണെന്ന്. ഓല കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഇടപെട്ടുകാണ്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ വരണതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ നിൽക്കണ്ടേ? അല്ല നീപ്പാ, മനുഷ്യന്റെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. അതാണ് ഞാൻ ഇങ്ങനെ എന്നോട് പറയേണ്ടതിന്റെ കാരണം. ആചരാക്ക, നിങ്ങൾ ബേജാറല്ലേ? കുഞ്ഞിക്കോയനെ ഒന്നും കൂടി ഞാൻ മസ്കടിച്ചു കണ്ടേ ഈ കാര്യത്തിന് എങ്ങനെയും നിങ്ങളെ എടുത്തേക്ക് ഒന്നും കൂടി കൊടുത്തിട്ടരാം. അല്ല ആചരാക്ക, ആരപ്പ രണ്ടാള് നമ്മളെ തൊടുക്കിനെ ഇറങ്ങിയിരുന്നു? അജരെ, ആ ചന്ദ്രനല്ലേ? അതെ, നമ്മളൊന്ന് 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ അജരെ, ഞങ്ങൾ പെരയെ പോയി നിങ്ങളെ തെരഞ്ഞിട്ടേ. അപ്പൊ കുട്ടികളെ അറിഞ്ഞ് നിങ്ങൾ പറമ്പൊക്കെ ഇറങ്ങിക്കണെന്ന്. അപ്പൊ നിങ്ങൾ കാണും ചോദിച്ചാൽ നിങ്ങൾ പറമ്പൊന്ന് കാണാലോ. ഞാൻ അന്നൊന്ന് കാണാൻ നിൽക്കുന്നു തന്നെ. ഞാൻ മാനുപ്പാന്റെ അവരേക്കർ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തില്ലേ? ഞാൻ 1-2 പ്രാവശ്യം ഇരുന്നിക്കാണ്ട് കച്ചവടം നടക്കാതെ പോയതാണ്.
ഇജിപ്പോ കൊറേ വാങ്ങി കൂട്ടുണ്ടല്ലോ ഇപ്പൊ. തമ്പുരാ നമുക്ക് എടുത്ത് തരിക നമ്മളത് 2 കൈ നീട്ടിട്ട് വാങ്ങുക അത്രേ നമ്മള് ചെയ്യുന്നുള്ളൂ. ഹംസേ ഒന്ന് പറഞ്ഞു കൊടുക്കണം നമ്മളെ ആചാര്യക്ക്. ആ മാനുപ്പാന്റെ സ്ഥലമാണ് അല്ലേ? അതെ ഓലെ കുടുംബ സ്വത്താണ്. അതിൽ എന്തൊക്കെ വൈകിന്റെ പ്രശ്നങ്ങളും എന്തൊക്കെ ഉണ്ട് പ്രശ്നങ്ങള്. ആ നിലക്ക് അത് നമ്മൾ ഒരിക്കൽ ഇരുന്ന് കാണ്ട് വേണ്ടാച്ചു പോന്നല്ലേ. അംസനെ ഞാൻ അറിയാലോ. നിങ്ങളിപ്പോ അതാ എടുത്തിട്ടുണ്ട്, അഡ്വാൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ആ സ്ഥാനം കട്ടകാലത്തിന് എടുത്തു. ഇപ്പൊ സത്യം പറയണേ ഞാൻ കുടുങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഒരു ധർമ്മസങ്കടത്തിലാ. എന്റെ പൊന്നാരാചാര്യ നിങ്ങൾ എന്തെങ്കിലും കാട്ടിട്ട് നമ്മൾ സഹായിക്കണം. വല്ലാത്ത ഇടങ്ങാറായി പോയി. അതെന്താ ചന്ദ്ര, നമ്മളെ കൊണ്ട് കഴിച്ചിട്ട് നമുക്ക് ചെയ്തു തരാലോ. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം പറയാലോ. ആ റോഡ് കണ്ടിട്ടാണ് ഞാൻ ആ സ്ഥലം എടുത്തിട്ടുണ്ട്. ചെന്ന് നോക്കുമ്പോ എന്താ ഉണ്ടായത്? 3 അടി വെച്ചുള്ളൂ. അവർക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. പിന്നെ ഞാൻ അന്വേഷിച്ചു നോക്കി. അപ്പൊ ആരാ രാപ്പറമ്പിൽ റഹീമാജിന്റെ വാപ്പ കൊടുത്ത സ്ഥലമാണ് ഇത്. അവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് ഞാൻ അവരോടൊക്കെ കെഞ്ചി ചോദിച്ചു, ഒരു ഇച്ചിരി സ്ഥലം കുറച്ച് തരുമോ? എവിടെ നിന്ന് ആരും തരൂല. അതിങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുക എല്ലാവരും. ഈ സ്ഥലം കിട്ടെങ്കിൽ, അതായത് റോഡിലുള്ള സ്ഥലം കിട്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ. എവിടെ ചെന്ന് നോക്കിയാൽ ഈ പ്ലാപ്പറമ്പിനെ കൂടി നമ്മൾ കുടുങ്ങിയിരിക്കുന്നു. ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് ആ കോലത്തിലായില്ല കാര്യങ്ങള്. ആ റഹീമാജിന്റെ അല്ലേ? ഈ റഹീമിനെക്കാട്ടി ലക്ഷണം കെട്ടതേതു ബാപ്പ മറാജി. ഞങ്ങള് പലവട്ടം മുട്ടിയതുമാണ്. അതിന് പള്ളർച്ച ആചാര്യക്ക് കിട്ടും ചെയ്തേക്കണോ അല്ലേ? ഇമ്മറാജിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നാരാചാരെ ഞാൻ കൂടെ ഒരു കാര്യം പറയാലോ. നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കണം. നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു ധൈര്യ എന്തിനും. ഞാൻ എന്നെ സഹായിക്കും, പക്ഷെ ജിന്നിനെ സഹായിക്കണം. നമ്മൾ ഈ നാട്ടിൽ വേണ്ടപ്പെടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായം വേണ്ടേ? ആയിക്കോട്ടെ ആചാരെ, ഞാൻ നിങ്ങളിപ്പോ എന്തിനുണ്ട്. നിങ്ങൾ ഈ ചന്ദ്രനെ വിളിച്ചാൽ മതി. വിളിപ്പുറത്ത് ചന്ദ്രനുണ്ട്. ആയിക്കോട്ടെ. അനീഫ നമ്മൾ ആ കാര്യം ഒന്നാണ് പറഞ്ഞു കൊടുത്ത. അല്ല ചന്ദ്ര, ആചാര്യ നമ്മളെ ആളായതുകൊണ്ട് പറയല്ല. പിലാപ്പറമ്പരായിട്ട് മുട്ടാനേ ഇങ്ങനെ പറ്റൊരാള് കേസിക്കന്നെ പറ്റുള്ളൂ. മൂപ്പർക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതും കൂടി ചെന്ന് മനസ്സിലാക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, സഹായിക്ക്. എന്ത് വേണേ പറഞ്ഞോളി. കാശ് വേണോ? അതുണ്ട്. ആൾക്കാർ വേണോ? തല്ലാനും കുത്താനും അതിനുണ്ട്. ഏത് വേണമെങ്കിലും ചന്ദ്രൻ എടുത്ത് റെഡിയാ. ചന്ദ്ര, പൈസയും കുണ്ടായുസൊന്നും അയാൾക്ക് വേണ്ട. അത് അയാളെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മൂപ്പരെ ഭാര്യ മരിച്ചിട്ട് 4-5 കൊല്ലം കഴിഞ്ഞു. മൂപ്പർക്ക് ഒരു കല്യാണം കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹിച്ചും കുത്തിറക്കാണ്. അതാണ് ഇപ്പൊ അയാളെ പ്രശ്നം. അതാ മൂപ്പര പ്രശ്നം. മൂപ്പര ഒറ്റ വാക്ക് പറഞ്ഞ പോലെ 100 കിളി പോലത്തെ പെണ്ണിനെ ഞാൻ മൂപ്പര് കെട്ടിച്ചു കൊടുക്കും. ഈ ചന്ദ്രന്റെ അടുത്തിന്റെ കുട്ടികള് അതൊരു വാക്ക് പറഞ്ഞ പോലെ കല്യാണാണ് മൂപ്പര പ്രശ്നം. അല്ല ചന്ദ്ര, മൂപ്പർക്ക് 100 പെണ്ണുങ്ങളെ കിട്ടിയിട്ടല്ല. നമ്മളെ റഹീമാജിന്റെ സുബേദല്ല 2ാം ഭാര്യ. ആ ഒരു താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് മൂപ്പര് നടക്കേണ്ടത്. അതിനെ ചൊന്ന് സഹകരിച്ചു കൊടുക്ക. അതായത് എനിക്ക് ഒന്നേ പറയുള്ളൂ, മൂപ്പർക്ക് സുബൈദല്ല ആരായാലും വേണ്ടില്ല. എന്തിനും ഈ ചന്ദ്രൻ ഒപ്പുണ്ട്. എന്താ പറയുക? എനിക്ക് ഇനി വേറെ ഒന്നും പറയാ. പോയി കാണാം. സീനത്തെ ഇവിടെ നിന്ന് വന്നാ. എന്തേ? ആ സമീറും ഉമ്മ എവിടെ? സെമീർ അവന്റെ റൂമിലുണ്ട്. ഉമ്മയുണ്ട് അവിടെ. എന്തേ? ആ അവരോട് വരാൻ പറഞ്ഞ. സീനത്തെ കമ്പനിയിൽ നിന്നോ 5 ലക്ഷം റുപ്യ മുട്ടിൻ്റെ മാപ്പിളക്ക് എടുത്തു കൊടുത്തുകൊണ്ടായിരുന്നു. എന്നോട് നിങ്ങൾ ആരോ പറഞ്ഞിട്ടും ഇല്ല. ഈ മുട്ടിൻ്റെ മാപ്പിളക്ക് ഇതിൻ്റെ മുമ്പും പൈസ നമ്മൾ കൊടുത്തിരുന്നല്ലോ. അതൊക്കെ ഓൻ ഓരോരോ ഏർപ്പാട് ചെയ്ത് കളിയല്ലേ. ആ കാര്യം എന്താ നിങ്ങൾ പറയാഞ്ഞു? അതിപ്പോ ഉമ്മട്ടിന്റെ മാപ്പിളക്ക് ഒരു ആവശ്യത്തിനോ തിരുമറി ചെയ്ത് കൊടുത്താണ്. അപ്പൊ ഓഡിറ്റ് ആവുമ്പോക്ക് ഓൻ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. ഓനപ്പൊക്കെ അത് വെക്കാൻ പറ്റിയിട്ടില്ല. അതായിരിക്കിപ്പോ. അത് സമീറേ, ഞാൻ അവിടുന്നേ പോലടിയിൽ നിന്ന് എന്നോടൊന്നും പറയണ്ടാച്ചിട്ടാ. വലിയ കാര്യങ്ങൾ തിരുമോരൊക്കെ ചെയ്യണമൊക്കെ അതിനിടയ്ക്കൊന്ന് വിളിച്ച് പറയലും ചെയ്യണം നിങ്ങളത്. പിന്നെ സുബൈദാന്റെ പേരേക്ക് ആരൊക്കെ പോയിന്റെ കുഞ്ഞാക്കാൻ്റെ ഒപ്പം എന്തിനാ ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ പോകണ്ടേ? ഇമ്മൂട്ടിന്റെ മാപ്പിളക്ക് ആ പൈസ കൊടുത്തതേ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ അലയൊക്കെ കരുതിയത്. പിന്നെ ഇപ്പൊ ഷിബുവിന്റെ കാര്യം, അത് ഓൻ പറയണതൊക്കെ നിങ്ങൾ ഇതാവണ്ട. ഓനും ഇതിൽ കുറച്ചൊക്കെ അതുണ്ട്. ഞാൻ ഒക്കെ ഞാൻ കുറ്റപ്പെടുത്തിക്കാണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുഞ്ഞാക്കാനെ കൂട്ടിയിട്ട് അങ്ങോട്ട് സുബൈദാത്തൻ്റെ അവിടേക്ക് പോയ കാര്യത്തിലേ ഞാൻ ആദ്യം ഇല്ല എന്ന് പറഞ്ഞതാണ്. പിന്നെ ഉമ്മയാണ് ഞാൻ അങ്ങോട്ട് വലിച്ചോണ്ടോ ഇത് വജ്ജാണിച്ചു കൊടുക്കാറാണ്. അത് റഹീമേ, അനക്കും കൂടി വേണ്ടിയിട്ടല്ല അന്ന് കുഞ്ഞാനെ കൂട്ടി ഞങ്ങള് പോയത്. എന്തെങ്കിലുമൊക്കെ കൊടുത്താണ്ട് ഓളൊന്ന് ഒഴിവാക്കാതെ ചോദിച്ചാൽ ഓളാണ്ട് സമ്മതിക്കണില്ല. എന്നാലേ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് കുഞ്ഞാക്കാണ് പറഞ്ഞോണ്ടേ. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. മനസ്സിലായ എനിക്ക്?
കുഞ്ഞാക്ക എന്ത് പറഞ്ഞു നിങ്ങൾ പറയണത്? ഞമ്മക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞാക്ക അതിന് പോയത്. നിങ്ങൾ ഈ നാട്ടിലില്ലാത്ത സമയത്തെ ഇമ്മി സെമീറും കുഞ്ഞാക്കയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അല്ല റഹീമ, എനക്കും കുട്ടികൾക്കും നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ പറയണത്. ഞങ്ങൾക്ക് പെരയും കൂടിയൊന്നും ഇല്ലാണ്ടല്ലല്ലോ ഞങ്ങളിവിടെ വന്നിക്കണത്. സീനത്തിനും കുട്ടികൾക്ക് ഒരു സഹായം ആയിക്കോട്ടെ വിചാരിച്ചിട്ടല്ലേ. ആ നല്ല സഹായം തന്നെയാണ്. മനുഷ്യനെ നാണം കെടുത്തിക്കാണ്ടും മാനം കെടുത്തിക്കാണ്ടുള്ളേ സഹായമൊന്നും ഇല്ലായ നല്ലത്. ഉമ്മ, നമ്മളിനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓളോട്ട് ഒഴിഞ്ഞു പോവില്ല, കാക്കോട്ട് ഓളെ ഒഴിവാക്കൂല. കുഞ്ഞാക്കി ഇങ്ങളൊക്കെ പോയിട്ട് വെറുതെ നാണം കേടാന്നല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. അത് ശരി തന്നെയാണ്. അതന്നെ എല്ലാ ധൈര്യത്തിലല്ലേ ഓൾ ഇവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയത്. റഹീമ ഓളെ ഒഴിവാക്കൂല എന്നുള്ള ധൈര്യം ഓൾക്കുണ്ട്. ഇനി എന്താ നമ്മള് കാട്ടുക? ചാണെങ്കിൽ ഒരൊത്തും കൂടിയും കിട്ടണില്ല. നമ്മളെ ഈ അളിയാക്കാനെയും സുബൈദാന്റെയും കാര്യം പറഞ്ഞാണ്ടേ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണം. പിന്നെ അത് വണ്ടി മതിയാവും. ഒരു വണ്ടിയും വലിയില്ല. കുഞ്ഞാന്റെ സ്വഭാവേ ഓൾക്കോള അങ്ങളെ കുഞ്ഞുകോയാക്കും തേച്ചറിയില്ല. കുഞ്ഞാൻ എന്തിനേലും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഓനെ ശരിയാക്കിയിട്ടേ നിക്കുള്ളൂ. അതേ കാര്യം ഞങ്ങളോട് രണ്ടാമത് ഒരു വിവരം പറയാം. നിങ്ങൾ വരുന്നു ഇരിക്കണു വലിയ വർത്തമാന കാര്യങ്ങളൊക്കെ ഉണ്ട്, ചായ കുടിയും കാൽമക്കാലിക്കയറ്റ് ഇരുത്തും ഒക്കെ ഉണ്ട്, സംഭവമൊക്കെ ശരിയാ. കാര്യങ്ങൾ നടക്കണില്ല. പൈസ പലയിടത്തും ബ്ലോക്കായി കിടക്കുക. അത് കിട്ടണമെങ്കിൽ പണിയെടുക്കണം. പണിയെടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ സ്വയം പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. ഒരു നേരം ഇല്ലാണ്ട് അവിടെയും ഇവിടെ നടക്കണതിന് പകരം നമ്മൾ പോയി കണ്ട് കാശ് മാങ്ങാളെടുത്ത് വാങ്ങുക, കളക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ ആ സ്ഥലം ഉണ്ടല്ലോ, അതിന് ഞാൻ കുടുങ്ങി കിടക്കുക. മനസ്സിലായില്ലേ? അത് കുടുങ്ങി കിടക്കുക. അത് ഒന്നും ആയിട്ടില്ല. അത് ഒരു മറ്റൊരു കൂടിയായിട്ട് അതങ്ങനെ തിരിഞ്ഞു പറഞ്ഞ് കിടക്കുക. പിന്നെ വേറൊന്ന്, ആ ബാലേട്ടുണ്ടല്ലോ, ആ ബാലേട്ടന്റെ ബാങ്കിൽ എത്ര പൈസ ഉള്ള? ബാലേട്ടന്റെ ബാങ്കില് 1,35,000-40,000 അത്ര ബാങ്കിലുള്ള ഇടപാട്. 1,40,000 കൂട്ടിക്കോ. ഇതൊരു കാര്യം ചെയ്യും, നിങ്ങൾ കൊടുത്ത രണ്ടും ആ ഒരു ആണല്ലോ ഇടപാട് അയിമുള്ളത്. എന്നാലേ നമുക്ക് മുന്നും പിന്നും നോക്കണ്ട, അത് വാങ്ങിയാണ്ട് മെല്ലെ കൈക്കലാക്കാം. 1,40,000 ബാക്കി എന്താ വെച്ചാൽ നമുക്ക് ആലോചിക്കാം കേട്ടോ. ആയിക്കോട്ടെ. അതിന് അയാളോട് പറഞ്ഞുകാണ്ട് അതിന് വേണ്ട രീതിയിൽ എന്താ കാര്യങ്ങൾ നടത്തിക്കോ, ഒന്നും നോക്കണ്ട. ഞാൻ അയാളെ 2 ദിവസം മുമ്പ് കണ്ടിരുന്നു. അയാള് കല്യാണം കഴിഞ്ഞ ആ ഒരു ചുറ്റുപാടിലാണ്. അപ്പോ കുറച്ച് പൈസ എന്തായാലും കിട്ടിയാണ് കല്യാണത്തിന്, ചില്ലറ എന്താ കിട്ടിക്കണേ. അപ്പൊ എന്നോട് പറഞ്ഞു ഞാന് ബോസിനെ കാണാനാണ് വരുന്നുണ്ട്, അപ്പൊ വരാനും കൂടെ നിക്കുന്നുണ്ട്. ആ വരുന്നു ആള്. എന്തൊക്കെയുണ്ട് ബാലേട്ടാ? ഞങ്ങളിപ്പോ നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾ കയറി വരുന്നേ. പിന്നെ കല്യാണമൊക്കെ എങ്ങനെ ഉഷാറായി കഴിഞ്ഞില്ലേ? അല്ലേട്ടാ, കല്യാണം ഉഷാറായി കഴിഞ്ഞു. 2 ലക്ഷം ഉറുപ്പ്യാണ് ഇപ്പം നിങ്ങൾക്ക് തരാനുള്ളത്. അതിൽ 1 ലക്ഷം ഉറുപ്പ്യ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി 1 ലക്ഷം ഞാൻ പിന്നെ എൻ്റെ തരാം. ബാലേട്ടാ, ഇതിപ്പോ 1 ലക്ഷം അല്ലേ? അംസേ, ബാലേട്ടന്റെ 2 ലക്ഷമല്ലല്ലോ, 3 ലക്ഷമല്ലേ? അങ്ങനെയാണല്ലോ നമ്മള് പിന്നെ കൊടുത്തതും എഗ്രിമെന്റ് എഴുതിയൊക്കെ ആണല്ലോ അല്ലേ? അപ്പൊ അതൊരു 3 ലക്ഷം, പിന്നെ അതിന്റെ ഒരു പലിശ കൂടി 3.5 പിന്നെ ബാങ്കിൽ ഇടപാട് തീർക്കുമ്പോഴേക്കും കൂടി 5 ലക്ഷമായി. ഏകദേശം ഒരു 5 ലക്ഷം റുപ്യോളമാണ് വരിക എല്ലാം കൂടി. അപ്പോൾ ബാലേട്ട ഈ 1 ലക്ഷം കൊണ്ട് ഇപ്പോൾ ഇതൊന്നും ആവില്ലല്ലോ. അതിപ്പോൾ നമുക്കത് ഒന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഞാൻ പറയാം. അല്ല ചന്ദ്രേട്ടാ, എന്തിപ്പോ അംസക്ക് 2 ലക്ഷമാണല്ലോ കൊടുക്കുന്നത്, എങ്ങനെ ഇപ്പൊ 3 ലക്ഷമായി? അംസ എന്താ അംസ മൂപ്പര് പറയണേ? മൂപ്പർക്ക് 2 ലക്ഷം കൊടുത്തിട്ടുള്ളൂ എന്ന്. അംസ അയാൾക്ക് നമ്മൾ 3 ലക്ഷം കൊടുത്തത്. 3 ലക്ഷം റുപ്യ ഞാൻ കൊണ്ടേ കൊടുത്താണ്. അതാണ് പിന്നെ എത്ര 2 ലക്ഷം റുപ്യ തന്നിക്കണേ? അന്നേ 3 ലക്ഷം റുപ്യ നിങ്ങൾക്ക് തന്നില്ലേ? നിങ്ങൾ അന്ന് എന്നോട് എന്താ പറഞ്ഞറിയോ? 2 ലക്ഷം നിങ്ങൾക്ക് മതിയാവൂല, 3 ലക്ഷം വേണം തരണ്ട. ആ പൈസ നിങ്ങൾക്ക് കൊടുത്തന്നില്ലേ? ഇന്നത്തെ തേങ്ങ നിങ്ങൾ ഇവിടുന്ന് 2 ലക്ഷം തരണേ? അജയ് വർത്താനം പറഞ്ഞ പല്ലി അടിച്ചു ചോദിച്ചു. അല്ല ചന്ദ്രേട്ടാ, ഈ അംസ എന്താ ഈ പറയണത്? 2 ലക്ഷം റുപ്യ നിങ്ങളെ സഹായിച്ചല്ലേ, എന്താ ഞാൻ കാട്ടുക? ബാലേട്ടാ, നിങ്ങൾ ഒന്നും കാട്ടണ്ട. കാട്ടാളൊക്കെ ഇവര് കാട്ടിക്കോളും. ഇവരവിടെ വരും, അപ്പൊ രജിസ്ട്രേഷന്റെ സമയം ദിവസമൊക്കെ പറയും. അപ്പൊ നിങ്ങൾ അതിലൊക്കെ ഒന്ന് ഒപ്പിട്ട് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ നിങ്ങൾക്ക് ചായ കുടിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ. പിന്നെ ഇപ്പൊ നിങ്ങൾ അങ്ങനെ സഹായിക്കാൻ നിങ്ങൾ അമ്മായിന്റെ കുട്ടിയൊന്നുമല്ലല്ലോ. ഏത് ഞങ്ങൾ എങ്ങനെ നല്ല കരുതിയിരുന്നത്, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് ഞാൻ കരുതിയിരുന്നത്. ആ 5 മണിക്ക് കാണാം മാലെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ഞാൻ വെക്കുക. ബാലേട്ടാ, എവിടെ നിന്നായിരുന്നു? ഞാൻ ആചാരാക്കാൻ്റെ അടുത്ത് പോയതായിരുന്നു. അപ്പൊ ആചാരാക്ക അവിടെ ഇല്ലാന്ന് താത്ത പറഞ്ഞു. ഞാനിപ്പോ വലിയൊരു കെണി പെട്ടിക്കണു. അതെന്തി ബാലേട്ടാ?
എന്ത് പണി വാലാട്ടങ്ങൾ ചെയ്തു? നിങ്ങൾ ഓൻ്റെ അടുത്ത് കൊണ്ടേക്ക് നിങ്ങൾ തല വെച്ചോടുത്തോ? ഓനിപ്പോൾ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ പേപ്പറിൽ ഒപ്പിടിച്ചു എന്തൊക്കെ അറിയില്ല. ചന്ദ്രനാണ് ആള്. നിങ്ങൾ ഏതായാലും ഒരു കാര്യം ചെയ്യേ, വെഞ്ഞിമഞ്ഞ് പോയി കഴിഞ്ഞാൽ വരും. വന്നിട്ട് ഓനെ ഒന്നും കൂടി പോയി കണ്ടിട്ടേ കാര്യങ്ങൾ പറയാനൊന്ന് വിളിച്ച് പറഞ്ഞും ചെയ്തോളാം. നിങ്ങളിപ്പോൾ പെരി വെക്കോളി കേട്ടോ. രതീഷേ, അയാളെ വലിച്ചത് ഇറക്കിക്കോട്ട്. ഇവിടെ ഇറക്കാം അയാളെ. ചന്ദ്ര, ചന്ദ്രേട്ടാ, റഹീമാജിയാണോ ഇത് സംഭവം? എന്താ ചേരെ പെട്ടെന്ന് കിട്ട് എന്ത്? ചന്ദ്ര, അനക്ക് ഇയാൾ പൈസ തരാണ്ടോ? ആ ഉണ്ടാ ചേരെ 3 ലക്ഷം. മാത്രല്ല അതിന്റെ ഒരു പലിശയും വെള്ളം കൂടി കൂടിയായിട്ടൊരു 4-5 ലക്ഷം ഉൾപ്പെടെ ഉണ്ട്. എന്ത്? ആ, എന്നാലേ ഇയാൾ എനിക്കും പൈസ തരാണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോഴേ ഇയാളെ സ്ഥിരം പരിപാടി കണ്ണി കണ്ടിടത്തൊക്കെ പൈസ വാങ്ങിക്കാണ്ട് ആളെ പറ്റിച്ചാണോ. മുതലാളിമാരെ വിഷമപ്പം ഇവൽക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അനക്കും പൈസ തരാണ്ട് അല്ലേ? കുറച്ച് പേപ്പറുകളൊക്കെ എനിക്കും എഴുതി തന്നോ. അനക്ക് തന്ന പേപ്പറൊക്കെ ഒന്ന് എടുത്തോടുന്ന അത് നോക്കട്ടെ. ഈ പേപ്പർ ഉണ്ടാവുമ്പോ ടേബിളിന്റെ അടിയിൽ പെട്ടെന്ന് എടുത്തു. അതെ, എനിക്ക് കണ്ടപ്പോ തന്നെ അയാളെ തോന്നിയിരിക്കണു അയാള് പെശകാണെന്നുണ്ട്. കള്ള ലക്ഷണമാണ് അയാൾക്ക്. കാണിച്ച ഇതല്ലേ നിങ്ങൾ കൊടുത്ത പേപ്പറൊക്കെ? എല്ലാം ഉണ്ടല്ലോ അല്ലേ? ചന്ദ്ര, ഒരു കാര്യം ചെയ്യാം. ഇയാളെ സ്ഥലം പേരൊക്കെ ഞാൻ വാങ്ങിക്കണു. എനിക്ക് 2 ലക്ഷം ഉറുപ്പല്ലേ ഇയാൾ തരാണ്ടെന്ന് ഇയാൾ പറഞ്ഞല്ലേ? ആ 2 ലക്ഷം ഉറുപ്പ കമ്പനിയിൽ വന്ന് വാങ്ങാം. പലിശ ഒന്നും ഉണ്ടാവില്ല. ആ മുതൽ വന്ന് വാങ്ങിക്കോണ്ടി. പിന്നെ ഇതിനിപ്പോ കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടണ്ട. രതീഷേ, വണ്ടി കയറി പലടോ. എന്ത് പണികൾ കാട്ടി അയാള് നാടകം കളിച്ചാണ് ഇപ്പൊ. നിങ്ങൾ ചോദിച്ചപ്പോ ഒന്നായിട്ട് എടുത്തു കൊടുക്കേ. ഇപ്പൊ എന്തായി? ആ ചേരെ, ഇത് നിങ്ങൾക്കൊരു വേണ്ടില്ലാത്ത പണിയായിരുന്നു. എന്നെ അങ്ങനെ പറ്റിച്ച് കടന്നാളാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് ചന്ദ്രനാ. എനിക്ക് മനസ്സിലായില്ല ചന്ദ്ര. ഇജ്ജ് മാത്രം അങ്ങനെ വളവനായ പറ്റുമല്ലോ. ഞങ്ങളും ഈ നാട്ടിലൊക്കെ പെറ്റ് വളർന്നല്ലടാ. ഇജ്ജ് ആ പാവത്തിനെ പറ്റിച്ചാന്ന് കരുതിയോ? ആചാരേ, നിങ്ങളിതിന് ഖേദിക്കും, നിങ്ങളിതിന് കരയും. ഒന്നോർത്തോളി, നിങ്ങൾ മാത്രല്ല നിങ്ങൾക്കുണ്ട് കൂട്ടും കുടുംബം എല്ലാരും മറക്കണ്ട. കളി ചന്ദ്രനോട് മനസ്സിലാക്കുക, മറക്കരുത്. ഇജ്ജ് ആരെ ചന്ദ്ര പേടിപ്പിച്ചിട്ടുണ്ട്? അനക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചെങ്കിലേ ഇജ്ജ് ചെയ്ത് കാണിക്ക്. രതീഷേ, വണ്ടി എടുത്താ. കുഞ്ഞുപോയ ഇവിടെ മുജിവാക്ക. കുഞ്ഞുപോയനെ കണ്ടേതായാലും നന്നായി. ഞാൻ 2 ദിവസമായി എന്നെ കാണണമെന്ന് വെച്ചിരിക്കുന്നു. ഇപ്പത്തെ കേശാജിയും അനീപ്പൊക്കെ അവളെ കൂട്ടുകെട്ടിനെ എന്താ സംഭവം എന്തൊക്കെയാ മനസ്സിലായില്ല. ശരി, അതിപ്പത്താ ഇതൊന്നുമില്ല. ഒരടക്കങ്ങനെ വിളിച്ചും അപ്പൊ ഞാൻ ചെല്ലും, കുറച്ച് വർത്താനം പറഞ്ഞിരിക്കും. അല്ല എന്താ? ഈ കേശാജിന്റെ മുന്നത്തെ ചരിത്രങ്ങളൊന്നും എനിക്ക് നല്ലോണം അറിയില്ല. എന്താ വെച്ചാൽ എൻ്റെ അളിയാൻ റഹീമുണ്ടല്ലോ, റഹീമിന്റെ വാപ്പാന്റെ മുഖ്യ ശത്രുവായിരുന്നു ഈ കേസിയൊക്കെ. പറഞ്ഞു മനസ്സിലായോ? പല വട്ടം മുട്ടുകുത്തിച്ചാൻ വേണ്ടി പല 18 അടവും നോക്കിയതാ. മറാജിനെ നടന്നിട്ടില്ല. അപ്പോൾ വൈകുമ്പോൾ നടക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചും നോക്കിക്കാണ്ടൊക്കെ നടന്നുകൊണ്ട് അളയാന് ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒന്നും ചെയ്യാതെ ഇരിക്കും നല്ലത്. ആളേനായിട്ട് എന്ത് പ്രശ്നം? ആന്നല്ല, ഞാൻ മനസ്സിലാക്കുന്ന അയാൾ നല്ലൊരു മനുഷ്യനാണ്. കുടുങ്ങിയ അയാൾക്ക് ഞാൻ എപ്പോഴേലും അവിടെ ഒരു പോലും ഉണ്ട്. അയാൾ എന്നെ സഹായിച്ചിട്ടും ഉണ്ട്. 2-3 വട്ടം ഞാൻ അയാൾ പൈസ വാങ്ങിയല്ലേ. അയാൾ നല്ല മനസ്സിലാണ് എൻ്റെ അഭിപ്രായം. അയാൾ നല്ല മനസ്സിലൊക്കെ അടക്കട്ടെ. അയാളിപ്പോൾ എനിക്ക് 2-3 വട്ടം പൈസ ഇതൊക്കെ തരണമെന്നുണ്ടെങ്കിലേ അതിന്റെ ബാക്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായാലും ശരി, അയാൾ എന്തെങ്കിലും തരികടയും ഉടായ്പും കാണാതെ എനിക്ക് തരൂല്ലോ. ഉടായ്പും തരികടിയോ? കുഞ്ഞിക്കോയനായിട്ട് മൂപ്പരൊക്കെ ഉടായ്പും തരകടിയും പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. എന്നിട്ട് എന്നോടാ അവന്റെ ഉടായ്പും തരകടി. കാക്കു വന്നല്ലേ ചേച്ചി? വാലേട്ടാ, ഈ പേപ്പർ കയ്യിൽ വെച്ചോളി. ചേച്ചി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പോയിക്കോളി. ഈ ഇത്തരം കാര്യങ്ങളൊന്നും പോയിക്കാണ്ടേ ആലോചിച്ചാൽ ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ ചന്ദ്രന്റെ ഒക്കെ സ്വഭാവം നമുക്ക് മനസ്സിലായില്ലേ. നിങ്ങളെ പൈസ കമ്പനിയിൽ നിന്നേ ഞാനും മുജീബാക്കി കൊടുത്തോണ്ട് ചന്ദ്രന് കൊടുക്കാറില്ലേ കേട്ടോ. എന്നാൽ ചേച്ചി പോയിക്കോളി കേട്ടോ. ഒക്കെ ശരിയായിക്കോളും. അജരക്ക അങ്ങനെ ഒരു പ്രയാസത്തിൽ നിന്നാണ് രക്ഷിച്ചത്. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ആയിക്കോട്ടെ ചേച്ചി, പോയിക്കോളി കേട്ടോ.
ശരി ആയിക്കോട്ടെ. ശരി. അതാ സോഡട്ടണി. ഹലോ, നിങ്ങൾ ആരാ? ഒരു പുതിയ ആളെ കണ്ടപ്പോ ചോദിച്ചാണ്. ഞാൻ ഇവിടെയുള്ള ആളൊന്നല്ല, ഞാൻ വേറെ സ്ഥലത്തുള്ള ആള്. പക്ഷെ ഞാനിവരുടെ ആവശ്യത്തിന് വന്നാ. നിങ്ങൾക്കതാ എന്താന്നുള്ളതല്ല, നമ്മളെ നാട്ടിലെ പുതിയ ഒരാളെ കണ്ടപ്പോ ചോദിച്ചു എന്നേ ഉള്ളൂ. നമ്മളിവിടെ ഉള്ള തന്നെയാണ്, അപ്പൊ എന്തായാലും ചോദിക്കണ്ടേ? ഞാൻ ഈ നാട്ടുകാരനല്ല. എന്നാ ഞാൻ പോട്ടെ. എന്നാ ശരി എന്നാല്. അത് ഏതായാലും റഹീമേ നല്ലൊരു പണിയായി, തീർപ്പതിയായി. അതെ, ചന്ദ്രന് അതിലും വലിയൊരു പണി ഇനി കിട്ടാനുമില്ല. ആ ചെയ്ത് നന്നായി. അതല്ലാതെ വേറൊരു മാർഗമില്ല. അയാളെ പിന്നെ എന്താ നമ്മള് ചെയ്യാ? അവന്റെ കയ്യിൽ നിന്ന് ആ പേപ്പറിന് കിട്ടിപ്പോരണ്ടേ? അത് പോന്നപ്പോ അവന്റെ ഭാഗം ഒരു ഭീഷണി. ചേച്ചി നാളെ പണി? നാളെ മൂസാക്കാന്റെ പെരയിൽ അവിടെയാണ് പണി. അവിടെയാണ് പണി. ഇനിയിപ്പോ അവിടെ പോണം. അല്ലേ ചേ, നിങ്ങൾ ഹാജരാക്കാനൊക്കെ വാങ്ങിയില്ലേ പൈസ? അത് തിരിച്ചു കൊടുത്തോ? ഞാനത് കൊടുത്തിട്ടൊന്നുമില്ല. ഈ അത് വാങ്ങിക്കൂല്ല. ഞാനിപ്പോ എങ്ങനെയാ കൊടുക്കുക വിചാരിച്ചിട്ട് നിക്കാണ്. ആ പൈസ എനിക്ക് വേണ്ട, നിങ്ങൾക്ക് അറിയില്ല ചേച്ചി. അത് കൊടുത്തോണ്ടി. കൊടുക്കാം. മുജീബാക്കി ആചാര്യൊക്കെയല്ലേ നിക്കണ്. ചേച്ചി നമുക്ക് ഇതിലെ പോവാ, അതിലെ പോണ്ട. നമ്മളതേ കൊറേ വഴി ചുറ്റി വരുമ്പോഴേക്കും നേരം വൈകും. നമുക്ക് ഇതേ പോവാ പോരെ. എന്താ കഥ, കൊറേ ദൂരം പോവാണ്ട്. അവിടെ ഹാജരാക്കി തീർപ്പതിയായിക്കോലെ വാലാട്ടനും വാര്യക്കൊക്കെ ഒക്കെ. ചേച്ചി ഉണ്ടായിരുന്നു. സുബൈദല്ലടാ വരന്റെ. സുബൈദ അവിടെ വന്നാ ഞാൻ പേരണ്ട. എവിടുന്നാ ചേരണ്ട്? പണി കഴിഞ്ഞ് വരേക്കാരല്ലേ? ഞാൻ പണി കഴിഞ്ഞ് വരുന്നതാണ്. എന്ത്? വേറൊന്നുമില്ല. എനിക്കൊക്കെ ഇന്ന നാണം കെടുത്തി മതിയായിക്കണെങ്കിലേ ഇനിയെങ്കിലും നിർത്തിക്കൂടെ സുബൈദ? ഞാൻ എന്തിനാ നിങ്ങളെ നാണം കെടുത്തേണ്ടത്? ഞാൻ പണിയെടുത്ത് കണ്ടല്ലേ ജീവിക്കണത്. അതിന് നിങ്ങൾ സമ്മതിക്കൂല വെച്ചപ്പോ ഞാൻ എന്താ കാട്ടുക? സീനത്തിന്റെ അമ്മോനും ആങ്ങളൊക്കെ പാടെ വന്നിക്കാണ്ട് ഇന്ന നാട് കടത്തുന്ന ആളെ പറഞ്ഞത്. അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല? അതൊക്കെ ഞാൻ അറിഞ്ഞു. ആദ്യം നമ്മളെ കാര്യത്തിലേ ഞമ്മക്ക് തന്നെ ഒരു ഉറപ്പും തീരുമാനം വേണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേ പലരും വന്ന് ഇടപെടും. അത് സ്വന്തം തീരുമാനം എടുക്കാൻ നോക്ക്, എന്നെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പോയിക്കോ. സുബൈദ, മഴ വരുന്നുണ്ട് തോന്നണു. ഈ തുണിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോ. നിങ്ങളത് പറഞ്ഞപ്പോൾ ഓർമ്മ, നാളെ പണിക്കുള്ള തുണി കാര്യമല്ല. എന്റെ മോളെ എന്താണ്ടായി സുബൈദ? ആരാ? തുണിയൊക്കെ അവിടെ തരുന്നോട്ടെ. അയ്യോ, നമുക്ക് ആരെങ്കിലും വിളിക്കാം, ആശുപത്രിക്ക് പോവാ. ആരാണാവോ? അയ്യോ അയ്യോ അയ്യോ.